വീട്ടിലെന്താ രണ്ടടുക്കളയോ? മണ്ണെണ്ണ വല്ലതും വേണോ ജിജോ? മൊത്തത്തിൽ ഒഴിച്ച് കത്തിക്കാൻ. ലിസിമോളെ സോറി, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു, ശ്രദ്ധിച്ചില്ല. എന്ത് ഇമ്പോർട്ടന്റ് സീൻ ജിജോ? കൊച്ചെങ്ങാനും വന്നാ സിഗരറ്റ് ഊറ്റിയിൽ ചവിട്ടിയാലോ? മിണ്ടാൻ വയ്യാത്ത കൊച്ചാ, അവള് കരഞ്ഞാലെങ്കിലും നീ അറിയോ? അല്ല, അവള് ഹാളിലിരുന്ന് കളിക്കുമല്ലേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് നിർത്തി. നിനക്ക് എന്റെയും മോളുടെയും കാര്യം നോക്കാൻ നേരമില്ലാന്ന് നീ ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിക്ക്. എടി, അതിനിവിടെ എന്താണ് സംഭവിച്ചത്? നിനക്ക് ഇപ്പോഴും ഇത് നിസ്സാരമാണല്ലേ? എന്ത് നിസ്സാരം? നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ? ഇവിടുന്ന് പോയ ഒരൊറ്റ പോക്കാ. ഞാനും മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നിനക്ക് അറിയണ്ട. ഏത് നേരവും സിനിമ സിനിമ സിനിമ, അത് മാത്രം മതി. എടി, നീ ഇപ്പൊ പറഞ്ഞത് ഇവിടെ സംഭവിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രക്ഷപ്പെട്ടു, നല്ല ടൈം. ഹലോ, എന്തായി? ഹലോ അമ്മേ. മോളെ, അവൻ സമ്മതിച്ചോ? ഇല്ല, എവിടുന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കാം. കേട്ടില്ലെങ്കിൽ ഞാനും മോളും 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്. ആ അമ്മ, ഞാൻ കറിയൊന്നും വെച്ചില്ല, കൊച്ചിനൊന്നും കൊടുത്തുമില്ല. ഞാൻ വിളിക്കാം. ശരി എന്നാ. തുടങ്ങി അവൾ അപ്പനെ പോലെ ഇപ്പൊ തന്നെ ക്യാമറയും കൊണ്ട്. ഇങ്ങ് താവച്ചേ തരാൻ. മോളെ ലിസി, എന്താ നിന്റെ പ്രശ്നം? ഇതെന്താന്നറിയോ? സൂക്ഷിച്ചു നോക്കണ്ട, അടയ്ക്കാനുള്ള ബിൽസും ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസുവാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് അടങ്ങ്. ഞാൻ ശ്രമിക്കാതിട്ടൊന്നും അല്ലല്ലോ, എന്നെ കൊണ്ട് പറ്റുന്നതനുസരിച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. ജിജു, നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിന്റെ ഈ ഓവർ കോൺഫിഡൻസും അഹങ്കാരവും. എടി, ഞാൻ എന്താ അഹങ്കാരം കാട്ടിയെന്നാ നീ നിന്നോട് പറയുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ സിനിമാ കാര്യം ചെയ്തോ. പക്ഷെ ഇപ്പത്തെ ഈ സാഹചര്യത്തിൽ നിനക്കൊരു ജോലി അത്യാവശ്യമാ. പിന്നെ ഈ പ്രാരാബ്ദം പറച്ചിലിന്റെ ഒരാവശ്യം ഉണ്ടാവില്ല. നിനക്ക് എന്നെ ഒരു വിലയും കാണൂല. പക്ഷെ ഞാനൊരു ഡയറക്ടറാണ്. ഞാൻ വേറെ പണിക്ക് പോയാല് എനിക്ക് എന്റെ ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മോളെ ലിസി, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിനക്കും കൂടി വേണ്ടിയല്ലേ? മോനെ ജിജോ, ആദ്യ പടം ഹിറ്റായപ്പോ തന്നെ ഓന്തിനെ പോലെ നിന്റെ സ്വഭാവം മാറിയത്. എന്നെ എന്റെ മോളെ നീ മൈൻഡ് ചെയ്തിട്ടില്ല. അതിനുള്ള ദൈവം നിനക്ക് കണക്കിന് തന്നല്ലോ. അടുത്ത 2 പടവും ഇറങ്ങിയ പിറ്റേന്ന് തന്നെ ടിവിയിൽ വന്നില്ലേ? പിന്നെ നിനക്ക് വേറെ പണിക്ക് പോകുമ്പോ ശ്രദ്ധ പോകുന്നത്. നിനക്ക് സിനിമ വിട്ട് വേറെ പണി ചെയ്യാൻ പറ്റില്ല, അത്ര തന്നെ. ആടി, എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ പറ്റില്ല. ഈ സിനിമയുടെ പുറകെ നടന്നിട്ടാണ് ഞാൻ ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. അവിടെയാണ് നീ സുഖമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ ബാക്കിയോട് പറ ജിജു. എനിക്കേ നല്ല അന്തസ്സുള്ളൊരു ജോലി ഉണ്ടായിരുന്നതാ. എന്റെ മോളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്നത്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും ആരുടെയും കാൽ കീഴിലൊന്നും കിടക്കേണ്ട അവസ്ഥ എനിക്ക് വരില്ല. സുഖിച്ചല്ലേ? സുഖിച്ച്. ഞാൻ ഈ സുഖിച്ചു കഴിയുന്ന വീടില്ലേ, ഈ വീടിന്റെ ആധാരം ബാങ്കിലാ. ഇങ്ങനെ പോവാണെങ്കിൽ ഈ വീട് അടുത്ത് തന്നെ ബാങ്കുകാർ കൊണ്ടുപോയിക്കോളും. മോളെ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ അടുത്ത പടം എന്തായാലും ഹിറ്റാവും. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അത് മുട്ടൊന്നും വെളുപ്പ് കാണിച്ചത്. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നീ അല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ തന്നെ പഠിപ്പിച്ചേ. എനിക്ക് മതിയായി ജിജോ, എനിക്ക് മടുത്തു. വാ. ഇട്, വേഗം ഇട് കൊച്ച്. ലിസി,
ലിസി എടി പോലെ ഒന്ന് ഇടുവോ? ഞങ്ങളെ കൊണ്ടാക്കുന്നോ അതോ കിട്ടുന്ന വണ്ടി കയറി പോണോ? വേണ്ട, ഞാൻ കൊണ്ടുവിടാം. ഇറങ്ങ. നീ പോയാ ഞാൻ ഒറ്റയ്ക്ക് രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നോ, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഇതാരൊക്കെയോ വന്നിരിക്കുന്നേ? എടിയേ ജിജോ മോളും വന്നിരിക്കുന്നോ? വാ മോളു. നീ എന്താടാ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറുവാടാ. എനിക്ക് പോയിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അതെന്തു പോക്കാടാ? വന്നിട്ട് ചായ കുടിച്ചിട്ട് പോ. വാ വാ. പുതിയ പടത്തിനെ പറ്റി ചോദിക്കേണ്ടിരുന്ന മതിയായിരുന്നു. പിന്നെ പുതിയ പടത്തിന്റെ കാര്യമൊക്കെ എന്തായി? ഒരെണ്ണം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അതിന് പേരെന്തായിട്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്. ഹലോ ജിജോ, ആ നീ പറഞ്ഞ കഥ 2-3 മിനിറ്റ് ഡിസ്കസ് ചെയ്തു. അത് ശരി. അത് വർക്ക് ആവില്ലടാ, നമുക്ക് വേറെ നോക്കാം. ഓക്കെ ഓക്കെ. എന്തിനു പേരിടുന്ന കാര്യോ പാപ്പ? അല്ല, ഇവന്റെ പുതിയ പ്രൊജക്ടിന്റെ. ആ, ജനിക്കാൻ പോകുന്ന കൊച്ചിന് പേരിടുന്നോ? ഓക്കെ. ജനിക്കൂലെന്ന് ഉറപ്പുള്ള കൊച്ചിന് പേരിടേണ്ട ആവശ്യമുണ്ടോ? ലിസി നിർത്തിക്കോ. നീ രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഓരോന്ന് പറഞ്ഞു ചൊറിയാൻ. അത് ശരി. അപ്പൊ രാവിലെ തന്നെ രണ്ടാളും കൂടി തെറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ? അല്ല പപ്പ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സമയമാകുമ്പോ ശരിയായിക്കോളൂടാ, നീ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തോ? അവിടെ വീട്ടില് ജപ്തി നോട്ടീസ് വന്നിരിക്കും. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ പ്രശ്നം വീട്ടിൽ തന്നെ തീരണോന്ന്, അല്ലാണ്ട് കണ്ടവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കും അല്ല വേണ്ടത്. അപ്പൊ ഞങ്ങളൊക്കെ നിനക്ക് കണ്ടവരാണല്ലേ ജിജോ?